ഇനിയൊരു ഡെഫിനേഷനാണ്. ഡെഫിനേഷൻ നോക്കാം. ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഈസ് റിയൽ ഓർ കോംപ്ലക്സ് വെക്റ്റർ സ്പേസ്. ഇത് ചോദിക്കാറുണ്ട്. യൂക്ലിഡിയൻ സ്പേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യൂണിറ്ററി സ്പേസ്. അതിന് രണ്ടിൻ്റെ ഡെഫിനേഷൻ ഇതിൽ വരുന്നുണ്ട്. ഒന്ന് യൂക്ലിഡിയൻ സ്പേസ്, അതുപോലെ യൂണിറ്ററി സ്പേസ് എന്താണെന്നുള്ളതും പറയുന്നുണ്ട്. അത് ചോദിക്കാറുണ്ട് വൺ വേർഡൊക്കെ ആയിട്ട്. ഓക്കെ, വൺ വേർഡ് മീൻസ് വെയിറ്റേജിൽ വൺ വരുന്ന രീതിയിൽ വെയിറ്റേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, an inner product space is a real or complex vector space together with a specified inner product on that space. A finite dimensional real inner product space is called the Euclidean space. എന്താണ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂക്ലിഡിയൻ സ്പേസ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ ഓർ കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് ആയിരിക്കും. ഒരു വെക്റ്റർ സ്പേസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം എന്തുണ്ടായിരിക്കും? ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. അതെവിടെ ഉണ്ടായിരിക്കും? സ്പേസിലുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ റിയൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? യൂക്ലിഡിയൻ സ്പേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂക്ലിഡിയൻ സ്പേസ് എന്താണെന്ന് കിട്ടിയല്ലോ? എ കോംപ്ലക്സ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയൽ വരുമ്പോൾ ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിനെ നമുക്ക് എന്ത് വിളിക്കാം? യൂണിറ്ററി സ്പേസ് എന്ന് വിളിക്കാം. ഇനി നോം ഓഫ് എ വെക്റ്റർ. നോം ഓഫ് എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ് വി എന്ന് പറയുന്നത് എന്താണ്? വി ബി എ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ലെറ്റ് ആൽഫ എന്തിലുണ്ടായിരിക്കും? വിയിലുണ്ടായിരിക്കും. ആൽഫ നമ്മൾ വിയിലുണ്ട്. ദാൻ നോം ഓർ ലെങ്ത്ത്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ നോം ആൽഫ എന്നാണ് പറയുക. ഇതെങ്ങനെ കാണുക എന്നുള്ളതാണ്. അതിന് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുക. ഇതിൻ്റെ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫയുടെ എടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ. അതാണ് ലെങ്ത് കാണാനുള്ള ഒരു ഇക്വേഷൻ. ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ആവശ്യം വരുന്നുണ്ട്, പഠിച്ചു വയ്ക്കാം. ഇനി യൂണിറ്റ് വെക്റ്റർ എന്താ? യൂണിറ്റ് വെക്റ്റർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വി എന്ന് പറയുന്ന ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വി ആണെന്നതിലും കാണിക്കുക. വി എന്ന് പറഞ്ഞാൽ വെക്റ്റർ സ്പേസ് ആണ്. അതുപോലെ വി എന്ന് പറയുന്നത് നമുക്ക് എന്തും കാണിക്കാറുണ്ട്? ഇന്നർ പ്രൊഡക്റ്റ് എന്ന് കാണിക്കാറുണ്ട്. അപ്പം പഠിച്ചു വയ്ക്കുക. ആൽഫ എന്ന് പറയുന്നത് വിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നോം ആൽഫ എന്ന് പറയുന്നത് 1 ആവുകയാണെങ്കിൽ അത് ഇന്നർ വെക്റ്ററാണ്, അല്ല യൂണിറ്റ് വെക്റ്ററാണ്. ഇന്നർ വെക്റ്റർ അല്ല. ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും. റിസൾട്ട് 2. പ്രോപ്പർട്ടീസ് ഓഫ് ക്വാഡ്രാറ്റിക് ഫോം. ആൽഫ ബീറ്റ എന്തിലുണ്ട്? വിയിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഏത് രീതിയിൽ എഴുതാം? നോം ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നോം ആൽഫ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2 റിയൽ പാർട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്രൂഫ്. നോം ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഇതെങ്ങനെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ആൽഫ പ്ലസ് ഓർ മൈനസ് ആണ്. ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റയാണ് നോമിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ആദ്യം പ്ലസ് പ്രൂവ് ചെയ്യുക, പിന്നെ മൈനസ് പ്രൂവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അതാണ് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം ആൽഫ പ്ലസ് ആണെന്ന് കാണിക്കുകയാണ്. അപ്പോൾ ആൽഫ പ്ലസ് നോമിൽ എഴുതിയിട്ട് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ രീതിയിൽ എഴുതാലോ. ആൽഫയുടെ സ്ഥാനത്ത് നിന്ന് വന്നിട്ടുണ്ട്, ആൽഫ പ്ലസ് ബീറ്റ വന്നിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം. ബൈ അല്ല, ഇന്നർ പ്രൊഡക്റ്റ് ആണ് അത് ഉദ്ദേശിക്കുക. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ പ്ലസ് ബീറ്റ ആൽഫ പ്ലസ് ബീറ്റയാണ്. ഇനി അടുത്തത് ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ആൽഫ ബൈ ആൽഫ പ്ലസ് ബീറ്റ, അതുപോലെ ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം. ഇവിടെ പ്ലസ് ഉണ്ട്, അത് നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചതാണ്. ഇനി ഇതിനെ തിരിച്ചു എങ്ങനെ എഴുതാം? നമുക്ക് അടിയിലത്തെ ടേം സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആൽഫ ബൈ ആൽഫ എന്ന് എഴുതാം, ആൽഫ ബൈ ആൽഫ എന്ന് എഴുതാം, ആൽഫ ബൈ ബീറ്റ എന്ന് എഴുതാം, അതുപോലെ ബീറ്റ ബൈ ആൽഫ എന്ന് എഴുതാം, ബീറ്റ ബൈ ആൽഫ എന്ന് എഴുതാം, അല്ല ബീറ്റ ബൈ ബീറ്റ എന്ന് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഉദ്ദേശിക്കുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബൈ എന്ന് പറയുന്നതാണ്. ഇനി ഈ കണ്ടീഷൻ നമുക്ക് അവിടെ ആവശ്യമില്ല. വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കോഞ്ചുഗേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഈ മുകളിലത്തെ ടേം മുകളിലേക്ക് വരും, അല്ലെ? ആൽഫ പ്ലസ് ബീറ്റേനെ മുകളിലേക്ക് എടുത്തിട്ട് കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി, യാതൊരു കുഴപ്പമില്ല. ഇനി ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. എങ്ങനെയാണ്? ആൽഫ ബൈ ആൽഫ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം? നോം ആൽഫ സ്ക്വയർ എന്ന് എഴുതാം. ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ തന്നെ നമുക്ക് നോം ബീറ്റ സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെ മാറ്റാം. ഇത് രണ്ടും എന്തായിരിക്കും? 2 റിയൽ ആൽഫ ബീറ്റ ആയിരിക്കും. ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ ആയിരിക്കും. ഇത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അത് നമ്മൾ പഠിച്ച കാര്യമാണല്ലോ, അതിൽ അപ്ലൈ ചെയ്താൽ മതി. ഇനി സിൻസ് സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് എടുക്കുക. അപ്പോൾ സെഡ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. ഇനി ഇത് രണ്ട് സം ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടും? 2 റിയൽ സെഡ് കിട്ടും. അത് കാണിച്ചതാണ് കേട്ടോ. ഇപ്പോൾ നേരത്തെ ചെയ്തത് ഞാൻ കാണിച്ചതാണ്. ഇനി ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നോമാണ്. ഇനി അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലസ് ചെയ്ത പോലെ തന്നെ മൈനസും പ്രൂവ് ചെയ്യുക. അപ്പം എന്ത് മാറ്റം വരികയാണ്? സാധാ പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഇതുവരെ അത് സെയിം കിട്ടും.
ഇനി ഇതിൽ നിന്ന് രണ്ടിലും കോമൺ ആയിട്ട് എന്താ മൈനസിനുണ്ട്, മൈനസിന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, ബാക്കി അതുപോലെ ചെയ്തു. ഇനി ഇതിനെ കോഞ്ചുഗേറ്റ് എടുത്തു അല്ലേ, ബാർ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പോൾ ഇത് രണ്ടും കോഞ്ചുഗേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ, അതെന്തായിരിക്കും, റിയൽ സെഡ് ആയിരിക്കും. സെഡ് എന്ന് പറഞ്ഞാൽ ആൽഫ ബൈ ബീറ്റ എന്ന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി പോളറൈസേഷൻ ഐഡൻറ്റിറ്റിയാണ്. പോളറൈസേഷൻ ഐഡൻറ്റിറ്റി നോക്കാം. സെഡ് എന്ന് പറയുന്നത് റിയൽ വെക്ടർ സ്പേസ് ആണ്. ആൽഫ ബീറ്റ ഇന്നപ്പോഴത്തേക്ക് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സമം 1/4 നോം ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 1/4 ആൽഫ നോം ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും, ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ 1/4 നോം ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 1/4. ഇതൊക്കെ സോൾവ് ചെയ്തിട്ട് ലാസ്റ്റ് എന്തിലേക്ക് എത്തും, ഈ ഒരു ഇനിക്വാലിറ്റി സമ്മേഷനിലേക്ക് എത്തും. ഓക്കെ, ഇനി വി എന്ന് ഞാൻ പ്രൂഫിലേക്ക് പോവുകയാണ്. ആദ്യത്തെ പ്രൂഫാണ്. വി എന്ന് പറയുന്നത് റിയൽ വെക്ടർ സ്പേസ് ആണ്. വി ഹാവ്, നമുക്കിതിനെ രണ്ടായിട്ട് മാറ്റാം. ഒന്ന് നമുക്ക് എന്താ കാണിക്കേണ്ടത്, ആൽഫ നോം ആൽഫ പ്ലസ് ബീറ്റയും അതുപോലെ നോം ആൽഫ മൈനസ് ബീറ്റയും. അതാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. സ്ക്വയർ അല്ലേ, അത് നമ്മൾ മുന്നത്തെ കേസിൽ ചെയ്തിട്ടില്ലേ, ആദ്യത്തെ ഇതിൽ ചെയ്തു. ആദ്യത്തെ റിമാർക്കിൽ നമ്മളത് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് രണ്ടാമത്തെ റിമാർക്ക് തുടങ്ങുമ്പോൾ ആദ്യത്തെ പ്രൂഫിൽ പറഞ്ഞില്ലേ, അപ്പോൾ അത് എഴുതി. ഇനി ഇവിടെ രണ്ടും മൈനസ് ചെയ്യുക, അത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുക. കാരണം ആദ്യത്തേൽ ആൽഫ നോം ആൽഫ പ്ലസ് ബീറ്റ മൈനസ് സ്ക്വയർ മൈനസ് നോം ഇങ്ങനെയല്ലേ കാണുന്നത്, അവിടെ 1/4 ഉണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ 1/4 മൈൻഡ് ചെയ്യണ്ട, രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുക. ആദ്യം തന്നെ മൈനസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്താൽ എന്താ വരിക, 4 എന്ത് വരും, റിയൽ പാർട്ട് ആൽഫ ബീറ്റ എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 റിയൽ പാർട്ട് ആൽഫ ബീറ്റ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ എന്ന് തന്നെ എഴുതാം. ഓക്കെ, അത് പഠിച്ചു വയ്ക്കാം. ഇനി ഇതിലിപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഇതിലേക്ക് എത്തിച്ചു, 4 ആൽഫ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റയ്ക്ക് എത്തിച്ചു. അപ്പോൾ 4 ആൽഫ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിനോട് ഈക്വൽ ആയിരിക്കില്ലേ, ഈ 4നെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും, ആൽഫ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 1/4 നോം ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 1/4 നോം ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് വരും. വി എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് പ്രൂവ് ചെയ്യാനുള്ളത് അടുത്തത്. അപ്പോൾ നോം ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ആൽഫ ബീറ്റ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ പ്ലസ് ഐ റിയൽ പാർട്ട് ആൽഫ ബൈ ഐ ബീറ്റ. അത് നമ്മൾ റിസൾട്ട് 1 പ്രൂവ് ചെയ്തതല്ലേ, റിസൾട്ട് 1 അത് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണ്. പറഞ്ഞല്ലോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. ഇതിവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടും കാരണം എന്താ ആൽഫ ബൈ ബീറ്റ എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ നമുക്കറിയാം, അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്, അത് ഇതിൽ കൊടുക്കും. അതുപോലെ അല്ലേ, റിയൽ പാർട്ട് ആൽഫ ബീറ്റ നമുക്കറിയാമല്ലോ, കാരണം ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, റിയൽ പാർട്ട് ആൽഫ ബീറ്റ കൊണ്ട് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഇക്വേഷൻ പ്രകാരം നമ്മുടെ ഇപ്പോൾ തൊട്ട് മുമ്പിൽ റിയൽ വെക്ടർ സ്പേസിൽ പ്രൂവ് ചെയ്ത അത് ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. ഏത് റിയൽ പാർട്ട് ആൽഫ ബീറ്റയിൽ കൊടുക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഇക്വേഷൻ എടുത്ത് എഴുതി. ഇനി അടുത്തത് നമുക്ക് അറിയാൻ വേണം, റിയൽ പാർട്ട് ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ ആൽഫ ഐ ബീറ്റേനെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ബീറ്റയിലുള്ളതൊക്കെ എന്ത് കൊടുത്താൽ മതി, ഐ കൊടുത്താൽ മതി. അപ്പോൾ ഇക്വേഷൻ ആവില്ലേ, ബീറ്റ മാത്രം കൊടുക്കാതെ ഈ ബീറ്റയുടെ ഒപ്പം ആരുണ്ട്, ഐ ഉണ്ട്. അപ്പോൾ എല്ലാ ബീറ്റയുടെ അവിടെയും നമുക്ക് എന്ത് കൊടുക്കുക, ഐ കൊടുക്കുക. എന്നിട്ട് ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അത്രയേ ഉള്ളൂ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട് റിസൾട്ട് 2. ഈ റിസൾട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, തിയറൊക്കെ പഠിക്കാം. അപ്പോൾ തിയറം പഠിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഡിയർ. അടുത്ത തിയറത്തിൽ എന്താണ്, നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസത്തിലെ ആദ്യത്തെ തിയറം കോച്ചി സ്ക്വാഡ്സ് ഇനിക്വാലിറ്റി, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ ആ ഇനിക്വാലിറ്റി വെച്ചിട്ടുള്ള പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അത്യാവശ്യം പഠിക്കാനുള്ള ആ തിയറമാണ്. അടുത്ത വീഡിയോയിൽ അത് ചെയ്യും.